നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലോ ക്ലാസ്സിലോ ഓഫീസിലോ അധികം ആരോടും സംസാരിക്കാതെ എപ്പോഴും ശാന്തനായി ഒരു കോണിലിരിക്കുന്ന ആരെങ്കിലുമുണ്ടോ? അവർ അധികം ചിരിക്കാറില്ല, സ്വന്തം കാര്യങ്ങൾ ആരോടും പറയാറില്ല, എപ്പോഴും നിശബ്ദരായിരിക്കും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അവർ പാവങ്ങളാണ്, അല്ലെങ്കിൽ അവർക്ക് നാണക്കേടാണെന്ന്. എന്നാൽ ഡാർക്ക് സൈക്കോളജി പറയുന്നത് മറ്റൊന്നാണ്. ലോകത്തിൽ വെച്ച് ഏറ്റവും അപകടകാരികളായ മനുഷ്യർ നിശബ്ദരായിരിക്കുന്നവരാണ്. അവരെപ്പോഴും മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ തലച്ചോറിൽ ആ സമയത്ത് എന്താണ് നടക്കുന്നത്? ഡാർക്ക് സൈക്കോളജി പ്രകാരം മിണ്ടാതിരിക്കുന്ന ആളുകളുടെ പിന്നിലെ ഭയപ്പെടുത്തുന്ന 3 രഹസ്യങ്ങളിതാ. ഒന്നാമത്തെ കാര്യം, അവർ മിണ്ടാതിരിക്കുകയാണെങ്കിലും അവരുടെ കണ്ണുകളും കാതുകളും ഭയങ്കര ആക്റ്റീവായിരിക്കും. ഗ്രൂപ്പിൽ മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ അവർ നിങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. നിങ്ങൾ എപ്പോഴാണ് കള്ളം പറയുന്നത്? നിങ്ങളുടെ ബലഹീനതകൾ എന്തൊക്കെയാണ്? നിങ്ങൾക്കാരോടാണ് ദേഷ്യം? ഇതെല്ലാം അവർ സംസാരിക്കാതെ തന്നെ കൃത്യമായി മനസ്സിലാക്കി വയ്ക്കും. ലളിതമായി പറഞ്ഞാൽ, നിങ്ങളുടെ കൺട്രോൾ റൂം അവരുടെ കയ്യിലാണ്. ഡാർക്ക് സൈക്കോളജിയിൽ ഇതിനെ ഇൻവിസിബിൾ ഒബ്സർവേഷൻ എന്ന് പറയും. ശത്രുവിനെ ആക്രമിക്കുന്നതിനു മുൻപ് അവനെ പഠിക്കുന്ന അതേ തന്ത്രം. രണ്ടാമത്തെ രഹസ്യം അവരുടെ പ്രതികാര ചിന്തയാണ്. സാധാരണ ആളുകൾക്ക് ദേഷ്യം വന്നാൽ അവർ അപ്പോൾ തന്നെ ചീത്ത പറയുകയോ ബഹളം വയ്ക്കുകയോ ചെയ്യും. അതോടെ അവരുടെ ദേഷ്യം തീരും. എന്നാൽ നിശബ്ദരായ ആളുകൾക്ക് ദേഷ്യം വന്നാൽ അവർ പുറത്തു കാണിക്കില്ല. അവരത് മനസ്സിൽ ലോക്ക് ചെയ്തു വെക്കും. മാസങ്ങളോ വർഷങ്ങളോ കഴിഞ്ഞാലും അവരത് മറക്കില്ല. അവർ പ്രതികരിക്കുന്നത് ബഹളം വെച്ചുകൊണ്ടാവില്ല. പകരം നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങളുടെ കരിയറോ ജീവിതമോ തകർക്കുന്ന രീതിയിലുള്ള കനത്ത തിരിച്ചടിയായിരിക്കും അവർ നൽകുക. ശാന്തമായ കടലാണ് ഏറ്റവും അപകടകരമെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. മൂന്നാമത്തെ കാര്യം, അവരെന്ത് സംസാരിക്കണമെന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നവരാണ്. നമ്മളൊക്കെ ചിന്തിക്കുന്നതിന് മുൻപ് സംസാരിക്കുമ്പോൾ അവർ സംസാരിക്കുന്നതിന് മുൻപ് 10 വട്ടം ചിന്തിക്കും. അതുകൊണ്ടുതന്നെ അവർ പറയുന്ന ആ കുറച്ചു വാക്കുകൾക്ക് വലിയ സ്വാധീനമായിരിക്കും. അവരെ വിശ്വസിച്ച് നമ്മൾ എല്ലാ രഹസ്യങ്ങളും പറഞ്ഞു പോകും. മറ്റുള്ളവരുടെ മനസ്സിലേക്ക് എളുപ്പത്തിൽ കയറാൻ പറ്റുന്ന ഒരു മാന്ത്രിക താക്കോൽ ഈ നിശബ്ദതയിലൂടെ അവർ സ്വന്തമാക്കുന്നു. അപ്പോൾ ഓർക്കുക, നിങ്ങളുടെ ചുറ്റുമുള്ള മിണ്ടാപ്പൂച്ചകൾ വെറും പാവങ്ങളല്ല, അവർ ഡാർക്ക് സൈക്കോളജിയിലെ മാസ്റ്റർമാരാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെ എപ്പോഴും മിണ്ടാതിരിക്കുന്ന ആ സുഹൃത്താരാണ്? അവരുടെ പേര് താഴെ കമന്റ് ചെയ്യൂ, അല്ലെങ്കിൽ ഈ വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കൂ. നിങ്ങളൊരു നിശബ്ദനായ വ്യക്തിയാണെങ്കിൽ യെസ് എന്ന് കമന്റ് ചെയ്യൂ. നോക്കട്ടെ നമ്മുടെ ചാനലിൽ എത്ര നിശബ്ദരായ സിംഹങ്ങളുണ്ടെന്ന്. പുതിയ ചാനലാണ്, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ടു പോകാൻ പറ്റൂ. വീഡിയോ ഇഷ്ടമായാൽ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തൊരു കിടിലൻ വീഡിയോയുമായി വരാം. ബൈ.